ചോദിക്കുന്നത്, ഇപ്പോ UDF തന്നെ അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ കേസിനെ തള്ളി പറയുകയാണോ? ഇല്ല, അത് അവര് തമ്മിൽ തീർത്തോട്ടെ. അല്ല, പക്ഷേ ഞാൻ പറയുന്നത് അടക്കം അതിലുള്ളൊരു പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ കാണാൻ സമയം ചോദിച്ചിട്ട് അതിന് സമയം കൊടുക്കുന്നില്ല അദ്ദേഹം. മുഖ്യമന്ത്രിയെ കാണാനൊന്നും ഒരു തടസ്സം ആർക്കും ഇല്ലല്ലോ. ആർക്കും അദ്ദേഹത്തിനെ സെക്രട്ടേറിയറ്റിൽ പോയി കാണാം. വൈകുന്നേരം 4 മണി തൊട്ട് അദ്ദേഹം എല്ലാ സന്ദർശകരെയും കാണുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ എന്താ, അദ്ദേഹത്തിനെ കാണാൻ ഒരു തടസ്സവും ഇല്ല. ഇതുപോലെ ജനകീയനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് അതേ മുഖ്യമന്ത്രിയാണ് സ്വന്തം വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ തള്ളി പറഞ്ഞു. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മുമ്പൊരു പാർട്ടിയിൽ ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ട് അതൊരു ഡിസ്ക്വാളിഫിക്കേഷൻ ആണോ? അങ്ങനെയാണെങ്കിൽ BJPയുടെ കേരളത്തിലെ നിയമസഭാ കക്ഷി നേതാവ് പണ്ട് ഞങ്ങളുടെ DCC ഭാരവാഹിയായിരുന്നു. CPMന്റെ ഏറ്റവും സീനിയർ നേതാവ് TK ഹംസ ഞങ്ങളുടെ DCC പ്രസിഡന്റായിരുന്നു ഒരു കാലത്ത്. പൂർവാശ്രമത്തിൽ എന്തെങ്കിലും സംഭവിച്ചു എന്ന് വെച്ചിട്ട് ഇപ്പോഴത്തെ ആശ്രമത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷേ അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുമ്പോ അതിന് KSUവിനെ പാടെ തള്ളണമോ എന്നുള്ളതാണ്. ഇല്ല, സമ്മേളനത്തില് പരാമർശമൊക്കെയാണ് ചൊടിപ്പിച്ചത്. ആ മൗനം അതിനപ്പുറത്തേക്ക് KSUവിനെ അങ്ങനെ തള്ളി പറയേണ്ടിയിരുന്നോ? അല്ല, അദ്ദേഹം തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. KSUവിന് എന്ത് കാര്യം എന്നാണ് ചോദിച്ചത്. അത് എന്തായാലും KSU അല്ലേ, നമ്മുടെ കുട്ടികളല്ലേ, കുഴപ്പമില്ല.